എനിക്കറിയാം നീയൊക്കെ ചാറ്റിൽ ഈ പവർ എന്ന് പറയണ എന്താവുന്നത്. നമ്മള് പഴയ ലൈവ് എടുത്ത് വെച്ച് അവരാധിക്കണ കണ്ടേ. ഞാൻ കണ്ടേ ഡ്രീമറിന്റെ ലൈവിൽ പഴയ ലൈവ് എടുത്ത് വെച്ച് അവരാധിക്കുന്ന ഞാൻ കണ്ടു കേട്ടാ. അവന്റെ ചാറ്റ് മോളിട്ടാ. ഓ എന്താ കവരാതെന്നറിയാം. അവന്റെ ലൈവ് ഒന്ന് പ്ലേ ചെയ്യല്ലേ ഇടയ്ക്കൊന്നു. കൈതട്ടി പോലും പബ്ജി പ്ലേ അല്ലേ. പ്ലേ മോളിട്ടത് ഏതോ തമ്മിൽ വ്യത്യാസം. ആ ലൈവിടുത്തെ ഏതൊരു ലൈവിട്ടെ ആ ഗോകുലാനുള്ള ആ താഴത്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം. 350 നമ്മുടെ ചെറുക്കന്റെ ചാനലിലൂടെ മല്ലു ചങ്ങിന്റെ ചാനലിലൂടെ എല്ലാരും ഒന്ന് നമ്മുടെ മല്ലു ചങ്ങിന്റെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഫിൽ ടിവി സാർ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റ്. ആൻഡ് അതെ പോലെ നമ്മുടെ മല്ലു ചങ്ങിന് താങ്ക് യു ഫോർ എന്റെ മോനെ. ഇപ്പൊ സ്നൈപ്പ് അടിയിട്ട് ഷോ കാണിക്കേ. റേപ്പറിന്റെ കൂടെ കളിക്കണേ. പണ്ടോട്ട് അവന്റെ ഒരാൾ കളിക്കില്ല അവൻ കാട്ടവരാതി. അവൻ ചാടി അവിടുന്ന് നോക്കട്ടെ പുഷ് നോക്കട്ടെ റാപ്പർ ഇവിടെ കളിക്കുന്ന കിടപ്പുണ്ട് ഏതാണ്ട് ഈ ബിൽഡിങ്ങിന് മണ്ടേക്ക്. എടാ ഇവിടെ ആള് പിന്നെ നമ്മളിന്റെ ഉമ്മാനെ കളിച്ചത് കൊറേ ആള്. ഷാജി പാപ്പൻ എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ ഇന്ന്. എല്ലാരും ഉണ്ട് സ്ട്രീം. കുടുംബക്കല ഇപ്പൊ ഇതൊക്കെ ആർപി ലൈവ് അല്ലേ? അല്ലല്ല അതൊന്നല്ല. മാറി വിചാരിക്കില്ലേ റോയൽ പാസിന്റെ ആർപി ആയിരിക്കും. പറഞ്ഞത് പറഞ്ഞേട്ടാ ഡിവോഴ്സ് ആയിരുന്നു. അവന്റെ ആർപ്പിട് അതാണ് ഞാൻ വെയിറ്റ് ചെയ്യണം. അവന്റെ ആർപ്പിട് ഈ കൈ കിട്ടിയില്ലേ ഇതുപോലത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ്. ആദ്യത്തെ എല്ലാരും കണ്ടിട്ടുണ്ട്. എടാ രായ എടാ ആദ്യത്തെ ഇടണ്ട. ആദ്യത്തെ എല്ലാരും കണ്ടുള്ളേക്കിയാ. രണ്ടത്തില ഇതിന്റെ ഇടയ്ക്ക് റാൻഡോട്ട് ഇട്. ഇതിന്റെ ഇടയ്ക്ക് ആ 3 മണിക്കൂർ ശരത്തേട്ട വാസന കളിക്കുന്ന ഇപ്പൊ കേൾക്കാം. ചുമ്മാ പെണ്ണിന്റെ മുഖമുള്ള പക്ഷേ സംസാരം കേട്ടാ അന്നത്തെ ബുള്ളറ്റ്
സംസാരില്ലാട്ടാ ഇള്. ബുള്ളറ്റ് എടുക്കണില്ലല്ലോ. ബുള്ളറ്റ് ഞാൻ എടുത്തില്ല. എടാ പൊട്ടങ്കീരി ബുള്ളറ്റ് ഫോൺ എടുത്തില്ലെന്നാ പറഞ്ഞത്. എങ്ങനെ പറഞ്ഞ ചേട്ടാ അത് കേക്കട്ടെ, അത് ചേട്ടൻ അണ്ണാ തുടങ്ങി കേൾക്കണം എനിക്ക് വാസണ്ണ. എനിക്ക് പാസ്വേഡ് അണ്ണാന്ന് വിളിക്കുന്നത് കേൾക്കണം. എടാ ഒരു കാര്യം ചെയ്യ്, നമുക്ക് മാസ്ക് കടയിൽ പോവാം. പുതിയ മാസ്ക് ലുക്ക് വേറെടാ. ഏത് ഓടാ വന്ന് അല്ല ഐറ്റം മാസ്ക് നമ്മൾ അല്ല വേറെ ലുക്കാ. സ്ക്രീൻഷോട്ട് മിസ് ആയോ? എനിക്കൊരു ഓഫ് റോഡ് വണ്ടി ഇറങ്ങണം, ഒരു 10 രൂപ. അടിച്ചിട്ട് പാട്ട് പഠിപ്പിക്കോ? വിഷയമായിട്ട് പാടുവോ? ആര് പാട്ട് പറഞ്ഞത്? എവിടെ പോണെന്നാ? നിമ്മിയുടെ പേരെടുക്കാൻ പോണോ നിനക്ക്? എടാ പുഷ്പിക്കാൻ അറിയാതെ നീയാണോ ഇനി? ആദ്യം നീ നേരെ നിന്നൊന്ന് മുള്ളു, എന്നിട്ട് നമുക്ക് അതിനൊക്കെ പോവാം കേട്ടോ. എടാ ഇന്ന് നമ്മള് സീൻ റോബറികൾ മാത്രം. ഇന്ന് പോലീസുകാരൊക്കെ ഇന്ന് നമ്മള് തൊല്ല ഉണ്ടാക്കും ടൗണില്. എടാ നീ എന്തുവാ പറയുന്നേ? എന്നിട്ട് റോബറി ഒന്നെടുത്തേ. എടാ ഒന്ന് പോസ്റ്റ് അടിച്ചേ, പോസ്റ്റ് അടിച്ചിട്ട് റോബറി പോന്നു. റോബറി സിറ്റുവേഷൻ എടുത്ത് ആ റോബർ സിറ്റുവേഷൻ കാണട്ടെ. അതല്ല അത് കഴിഞ്ഞ് ഇത് വിഷയം. സൂപ്പർ. അയ്യോ ഇജാതി ഐറ്റം. പണ്ടൊറ്റ ആള് കേറുമ്പോഴൊക്കെ എഴുതി കളിക്കായിരുന്നു. ഞാൻ ഡ്യൂട്ടിയിലൊന്നും അല്ലല്ലോ. ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവിടെ തന്നെ നിൽക്ക്. നമുക്ക് ഒരു റോബറിക്ക് പോവാം. വാ. മാസ്ക് ഒക്കെ ഉണ്ടോ കയ്യില്? ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളിന്ന് പെവർ ആക്കാൻ പോകും. ഇന്ന് ഫുള്ള് റോബറി. ഇന്ന് നാളെ തൊട്ടാ ഞാൻ പരിപാടി ഓൾഡ് ആർപി എടുത്ത് സ്ട്രീം ചെയ്യാം. ഇത് നല്ലൊരു പരിപാടിയാണ്. പാട്ടിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നതാ. അങ്ങോട്ട് വരുന്നു. എന്ത് പരിപാടി? നമുക്ക് റോബറിക്ക് പോയാലോ? അതാ വരുന്നു. പണ്ട് ബ്രാവോ കറക്റ്റ് അപ്പാപ്പന്റെ രീതിക്കാണ് ഫോണിലായി പോയി. അപ്പം വിചാരിച്ച് നമുക്ക് ഫിക്സ് വന്നു. ഇവിടെ ഞാനൊന്നും അല്ലത്. അത് അണ്ണു പാടിയതാണ്. ഫിക്സ് വന്നു വന്നു. ആ റോബർ നിർത്തേ. ഇവിടെ ദൂരത്തും കുനിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്ര ആൾക്കാരില്ലല്ലോടാ. ഓക്കെ ഓക്കെ. എടാ ബ്ലീഡിങ്. എടാ പൊട്ടം വിള്ളറ്റെ. എടാ എടാ നിക്ക് നിക്ക്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. EMS വരണം. അയ്യോ എന്റെ എന്തുവാ പാപ്പ ഇത്? ഈ ബാങ്ക് റോബ് ചെയ്യാൻ പറ്റുമോ?
അയ്യോ ആ ഇന്നൊരു സെർവറിന്റെ ഓണർ ചത്ത കഴിഞ്ഞാലും സംസാരിക്കാൻ പറ്റുമല്ലേ? ഒരു സെർവറിന്റെ ഓണറാണ് തറ കിടന്ന് എഴയണത്. ആപ്സിലോ നോക്കട്ടെ. ഇങ്ങനെ എന്തിനാണ് അലക്കണ ഇങ്ങേര്? വാസുവിന്റെ FPB യുടെ അറിഞ്ഞൂടാ കേട്ടോ ഒന്ന്. ഞാൻ ബുള്ളറ്റിനെ കൊണ്ട് ചാർജ് എടുപ്പിക്കട്ടെ. നിനക്ക് പിന്നെ എല്ലാം അറിയായിരുന്നല്ലോ. അബദ്ധം പറ്റിയതാ അപ്പപ്പാ, ക്ഷമിക്ക്. നിമ്മിയാണോ അത്? നിമ്മി. സത്യം പറഞ്ഞാൽ ചന്ദ്രു TV വരണ്ടല്ലടാ. ചന്ദ്രു ഉണ്ണിക്കുണ്ടെ കൂടെ ഒരു സാമ്രാജ്യം തുടങ്ങണ്ടേ. തണ്ടൊക്കെ കീരിഫുണ്ടേ കാണുന്നില്ല. റോബർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഉണ്ട്. ചന്ദ്ര നാളെ ലൈവിനകത്ത് നിന്റെ പഴയ ആർപ്പ് എടുത്ത് ആ പിന്നെ നമ്മളങ്ങനെ പഴയ സാധനം ഇങ്ങനെ എടുത്ത് എപ്പോഴും നോക്കിയാൽ ഭയങ്കര ബോറാട്ടോ. നമ്മുടെ ആ ഒരു എക്സ്ക്ലൂസീവ് അങ്ങനെ നോക്കാൻ പാടില്ലായിരിക്കും. ആ കട്ട് ചെയ്യാൻ മതി.